ഹലോ, ഞാൻ ഈ ഗ്രോ ബാഗൊക്കെ കഴിഞ്ഞ ദിവസം അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. കുറച്ച് പച്ചക്കറി തൈകളൊക്കെ മാറ്റി നടുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഗ്രോ ബാഗ് മേടിക്കാനായിട്ട് പോയത്. പക്ഷെ പോയി വന്നപ്പോൾ ഒന്ന് രണ്ട് വഴുതന തൈയും കൂടി മേടിച്ചിട്ടാണ് വന്നത്. വയലറ്റ് വഴുതനയുടെയും വെള്ള വഴുതനയുടെയും ഓരോ തൈകൾ വീതം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തൈ 10 രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു കവറിനകത്ത് 2 തൈ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 2 ഗ്രോ ബാഗിനകത്തായിട്ടാണ് നട്ടു കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ തൈകളൊക്കെ തന്നെയായിരുന്നേ. നമ്മൾ വിത്തൊക്കെ പാകി മുളപ്പിക്കുന്നതാണെങ്കിൽ ഇത് ഈ ഒരു വലുപ്പത്തിലൊക്കെ എത്താനായിട്ട് അത്യാവശ്യം കുറേ ടൈം എടുക്കും. ഇതേ കണക്ക് വലിയ തൈകൾ നടുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ വിളവ് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ തൈകളൊക്കെ നടുന്നത്. എന്താവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്തായിട്ട് കരിയിലാണ് നിറച്ചത്. ബാക്കി ഭാഗം മണ്ണും ചാണകപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് നിറച്ചേക്കുന്നത് കേട്ടോ. ഗ്രോ ബാഗ് മുഴുവനായിട്ട് ഞാൻ ഇപ്പോൾ നിറയ്ക്കുന്നില്ല കേട്ടോ. നമുക്കിത് വളരുന്നതിനനുസരിച്ചിട്ട് ചെടി വളരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുത്ത് അത് നിറയ്ക്കാം. തൈകളെല്ലാം ഗ്രോ ബാഗിൽ നട്ടതിന് ശേഷം ഗ്രോ ബാഗിൻ്റെ മുകൾ ഭാഗത്തായിട്ടും നമ്മൾ കരിയില നിറച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കരിയില നിറച്ചു കൊടുക്കുന്നതിന് മൾച്ചിങ് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പൊതയിടുക എന്നാണ് കേട്ടോ പറയുന്നത്. ഈ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇതേ കണക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെടികളുടെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിർത്താനായിട്ടൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.